മക്കളെ, അപ്പൊ നമ്മളുടെ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ഗുണന സമവാക്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. എല്ലാവർക്കും കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോ, നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് നോക്കിയേ, ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് സമവാക്യങ്ങളാണ് പഠിക്കാനുള്ളത്, അതായത് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. നോക്കിയേ, 2 ഇക്വേഷൻസ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ദെൻ എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ഈസ് ഈക്വൽ ടു എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി. ഓക്കെ, 2 ഇക്വേഷൻസ് ആണ്. ഇതാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ഇതാണ് കേട്ടോ വരുന്നത്. ദെൻ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഞാൻ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക, എന്നോട് മറന്നു പോകില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്ക്, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്നാണ് അല്ലേ പറഞ്ഞത്. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സിനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് എക്സ് യു പ്ലസ് എക്സ് വി അല്ലേ. ദെൻ അടുത്ത ആരാണുള്ളത്, നമ്മളുടെ വൈ ആണുള്ളത്. വൈനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വൈനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താടാ വരിക, പ്ലസ് വൈ യു പ്ലസ് വൈ വി. സിമ്പിൾ അല്ലേ കാര്യം, ഇത്രേ ഉള്ളൂ. ദെൻ അടുത്ത നോക്കിയേ, അടുത്ത ഏതാണ് ഇക്വേഷൻ നമ്മളത്, എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ആണ് അല്ലെ. എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ആണ്. ഇതിനെ നോക്ക്, എക്സിനെ യു കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, എക്സിനെ മൈനസ് വി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. നോക്ക്, എക്സിനെ യു കൊണ്ടും എക്സിനെ മൈനസ് വി, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഇവിടെ ഒക്കെ മൈനസ് വി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്താടാ സംഭവിക്കുക, എന്താ വരിക, നോക്ക്, എക്സ് ഇൻറ്റു യു എക്സ് യു, ദെൻ എക്സ് ഇൻറ്റു മൈനസ് വി എന്താണ്, മൈനസ് എക്സ് വി ആയിരിക്കും. ഓക്കെ, മൈനസ് എക്സ് വി. ദെൻ അടുത്ത് നോക്ക്, അടുത്ത എന്താണ് വരുന്നത്, വൈ ആണ്, മൈനസ് വൈ ആണ് അല്ലേ വരുന്നത്. മൈനസ് വൈനെ യു കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് വൈനെ മൈനസ് വി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൈനസ് എടുത്ത് തന്നെ പറയാണ് കേട്ടോ, എന്താന്ന് വെച്ചാൽ തെറ്റിപ്പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്ക്, മൈനസ് വൈ ഇൻറ്റു യു എന്തായിരിക്കടാ, മൈനസ് വൈ യു. ദെൻ മൈനസ് വൈ ഇൻറ്റു മൈനസ് വി എന്താടാ വരിക, ഈ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇടാ പ്ലസ് ആണ് കേട്ടോ വരിക. അപ്പൊ എന്താ വരിക, പ്ലസ് വൈ വി ആയിരിക്കും. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താടാ വരിക, പോസിറ്റീവ് ആണ് വരിക. ദെൻ പ്ലസ് ഇൻറ്റു പ്ലസ് ചെയ്യുകയാണെങ്കിലോ അപ്പോഴും പോസിറ്റീവ് ആണ് വരിക. ഒരു മൈനസും ഒരു പ്ലസും ആണെങ്കിൽ എന്താടാ വരിക, നെഗറ്റീവ് ആണ് വരിക. 2 ഒരേ സൈനുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു ഡിഫറെന്റ് സൈൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, അവിടെ മൈനസ് സൈൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നോക്ക്, റൈറ്റ് എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 4 ആസ് ദ സം ഓഫ് 4 ടേംസ്. ഓക്കെ, ഇതിനെ സം ഓഫ് 4 ടേംസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്ക്, എന്താണ്, എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 4. ഇതെങ്ങനെയായിരിക്കടാ, ദാ എക്സിനെ വൈ കൊണ്ടും 4 കൊണ്ടും അല്ലെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 4 എന്താടാ 4x അല്ലെ, എക്സ് ഇൻറ്റു 4 4x. ഇനി അടുത്ത ആരാ ഉള്ളത്, നമ്മളുടെ 3 ആണുള്ളത്. 3നെ എന്ത് ചെയ്യാ, ദാ 3നെ വൈ കൊണ്ടും 3നെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 3y. ദെൻ 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 12 ആണ്. സിമ്പിൾ അല്ലേ കാര്യം. 4 ടേംസിന്റെ എന്തായിട്ട് സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, നോക്ക്, എന്താടാ അടുത്ത ക്വസ്റ്റ്യന്, എക്സ് മൈനസ് 5 ഇൻറ്റു വൈ മൈനസ് 2 ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നോക്ക്, എക്സ് മൈനസ് 5 ഇൻറ്റു വൈ മൈനസ് 2 എന്താ ചെയ്യാ, നമ്മള് എന്താണ് ചെയ്യാ, ഇതാ നോക്ക്, എക്സിനെ നോക്ക് വൈ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും, എക്സിനെ -2 കൊണ്ടും ട്ടോ, അത് വേറെ തന്നെ എടുത്തു പറയണം, എക്സിനെ -2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുക, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, ദാറ്റ് ഈസ് എക്സ് വൈ, എക്സ് ഇൻറ്റു -2 എന്താടാ -2x. ഓക്കെ, എക്സ് ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -2x. അടുത്ത ആരാ ഉള്ളത്,
അടുത്ത ആള് നമ്മളുടെ -5 ആണ് അല്ലെ. -5നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, -5നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -5നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് വരിക? -5y ആണ്. ഓക്കെ, -5നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? -5y. then -5നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് വരിക? -5 × -2 എന്ന് പറയുമ്പോൾ +10 ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ കാര്യം? ചെറിയ കാര്യമല്ലേ മിസ് പറഞ്ഞുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മെന്റലി ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ബിലോ. ചുവടെയുള്ള കണക്കുകൾ മനസ്സിൽ തന്നെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. അത് നോക്ക്, 71 × 91. 71 × 91 വേണമെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഗുണിച്ചു നോക്കിയാൽ മതി അല്ലെ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ തന്നെ ചെയ്യാനാ പറഞ്ഞത്. മെന്റലി ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എന്നാ പറഞ്ഞത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നോക്കിയേ, സിമ്പിൾ ആയിട്ട് ഇതിനെ ചെയ്യാം. നോക്കിയേ, 71 × 91. 70 നമുക്ക് 70 × 1 70 + 1 എന്ന് എഴുതിക്കൂടെ അല്ലെ? 70 + 1 എന്ന് പറഞ്ഞാൽ 71. 91 എങ്ങനെ എഴുതാം? 90 + 1 എന്ന് എഴുതിക്കൂടെ? സിമ്പിൾ അല്ലേ കാര്യം? ഇനി നോക്ക്, ഇത് രണ്ടും തമ്മിൽ ഗുണിക്കൽ എങ്ങനെയാ ഗുണിക്കുക? 70 × 90, അതായത് എന്താ വരിക? 6300 പ്ലസ് 70 × 1 ദാറ്റ് ഈസ് 70 പ്ലസ് 1 × 90 ദാറ്റ് ഈസ് 90 പ്ലസ് 1 × 1 പ്ലസ് 1. എങ്ങനെയാ ചെയ്ത നമ്മള്? ഇവന് ജസ്റ്റ് 70ന് 90 കൊണ്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒന്നിനെന്ത്? 90 കൊണ്ടും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സിമ്പിൾ അല്ലേ കാര്യം? ഇനി ഒന്ന് ഇത് കൂട്ടിയാ പോരെ? 6300 പ്ലസ് 90 പ്ലസ് 70 ദാറ്റ് ഈസ് 160 പ്ലസ് 1, അതായത് 6 4 6 1. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. സിമ്പിൾ അല്ലേ കാര്യം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 29 × 39 ആണ് ചോദിച്ചത്. ഇത് നേരത്തെ പോലെ ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ 20 + 9 × 30 + 9 എന്നാണ് അല്ലേ വരിക. പക്ഷെ ഈ 9 എന്ന് പറയുന്നത് വലിയ സംഖ്യയല്ലേ. ഇതിന് പകരടാ ഈ 29നെ 30 - 1 നിങ്ങൾക്ക് എഴുതി കൂടെ? നോക്ക്, 29നെ മിസ് ചെയ്താൻ പോവാ. 30 - 1. then 39നെ എങ്ങനെ എഴുതാ? 40 - 1 എന്ന് എഴുതാം. നോക്ക്, ഇനി എന്താ ചെയ്യാ? 30നെ 40നോണ്ടും -1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. 30 × 40 എത്രയാണ്? 1200 ആണ് അല്ലേ. then 30 × -1 എത്രയാ? -30. then -1 × 40 എത്രയാ? -40. then -1 × -1 എന്താടാ വരിക? +1 ആണ് അല്ലേ. then എന്താ? 1200 -30 -40 എന്ന് പറയുമ്പോൾ -70 + 1. then 1131 ആയിരിക്കും ആൻസർ അല്ലേ. 1131 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ മക്കളെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? then അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്കടാ 30ഉം 50ഉം ആണ് രണ്ട് സംഖ്യകൾ. നിങ്ങളുടെ കയ്യിൽ രണ്ട് സംഖ്യകളുണ്ട്, 30ഉം 50ഉം ആണ്. then 30 × 50, അതായത് ഇവരെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 1500 ആണ്. അതുപോലെ തന്നെ ഇവരെ സമ്മും നിങ്ങൾക്ക് അറിയാം. 30 + 50 ചെയ്താൽ എന്താണ്? 80 ആണ് എന്ന് പറയാം. ഓക്കെ, ഈ കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ഈ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളോട് പറയാണ് 31 × 51 കാണാൻ. ഓക്കെ, 30ന്റെ അടുത്ത നമ്പർ ആയിട്ടുള്ള 31ഉം 50ന്റെ അടുത്ത നമ്പർ ആയിട്ടുള്ള 51ന്റെയും പ്രൊഡക്റ്റ്, അതായത് ഗുണനഫലം കാണാൻ പറഞ്ഞാൽ മക്കൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെ രണ്ടാളുടെയും പ്രൊഡക്റ്റ് 30 × 50 പ്ലസ് ഇവരുടെ സമ്മ് +1 ചെയ്താൽ മതി. ഓക്കെ, അതായത് 1500 പ്ലസ് 80 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1581 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം? ഇനി നിങ്ങളോട് പറയാണ് 31 51 അല്ല, ഇതിന്റെ മുന്നേ ഉള്ള നമ്പേഴ്സ്, അതായത് 30ന്റെ മുന്നേ 29 ഇൻറ്റു 50ന്റെ മുന്നേ 49 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 30 പ്രൊഡക്റ്റ് മൈനസ് സമ്മ് +1 ചെയ്താൽ മതി. നോക്ക്, പ്രൊഡക്റ്റിന്ന് സമ്മ് കുറച്ചിട്ട് അതിനോടൊന്ന് കൂട്ടിയാൽ മതി. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? 1500 -70 +1. ഓക്കെ, then എന്താ ഉണ്ടാവുക? 1500 പ്ലസ് -70 1430ഉം 1431 ആയിരിക്കും ആൻസർ.
ഓക്കെ, 1431 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ ഇത് കാണാന്? ഇതടാ ബീജഗണിത രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എക്സും വൈയും ആണ് നമ്മളുടെ നമ്പേഴ്സ് എങ്കിൽ എക്സ് വൈ എന്താണെന്നും പറയാം. എക്സ് പ്ലസ് വൈയും നമ്മൾ തന്നിട്ടുണ്ട് എങ്കിൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സിന്റെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1, വൈന്റെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് 1. ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും കാണുക? ഇവരുടെ സമ്മ് പ്ലസ് എക്സ് പ്ലസ് വൈ ആണ് അല്ലെ. ഇവരുടെ പ്രൊഡക്റ്റ് പ്ലസ് ഇവരുടെ സമ്മ് പ്ലസ് 1 ആയിരിക്കും. ഇനി എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ പ്രൊഡക്റ്റ് മൈനസ് സമ്മ് പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ 100% സാധ്യത ഉള്ളതാണ് കേട്ടോ മക്കളെ. ഈ ഒരു കാര്യം എക്സാമിന് ചോദിക്കാൻ വളരെ 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 സാധ്യതയുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതൊന്ന് ആലോചിച്ച് വെക്കുക. ഇനി നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് കറക്റ്റ് ആയില്ലേ? ഇത് സിമ്പിൾ ആയില്ലേ? ഇത് ഓക്കെ ആയില്ലേ? ഇല്ലേ? ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ചാൽ ദ പ്രൊഡക്റ്റ് ഓഫ് 2 numbers ഈസ് 1400 and their sum is 81. What is the product of the numbers next to each? രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 1400 തുക 81 ആണ്. ഇവ ഓരോന്നിന്റെയും തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്നാ ചോദിച്ചത്. അപ്പൊ നമുക്ക് അറിയില്ല അല്ലെ ഏതാ നമ്പേഴ്സ് എന്ന്. അപ്പൊ നമ്പേഴ്സ് എക്സ് വൈ ആയിട്ട് എടുത്തു. ഏതോ രണ്ട് നമ്പേഴ്സ് ആണുള്ളത്. ആ നമ്പേഴ്സിന് എന്തായിട്ട് എടുത്തു? എക്സ് വൈ ആയിട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് എന്താണ് ഇവരുടെ പ്രൊഡക്റ്റ് 1400 എന്നാ പറഞ്ഞത്. ഇവരുടെ പ്രൊഡക്റ്റ് തന്നെ എക്സ് ഇൻറ്റു വൈ, അതെന്താണ് 1400 ആണ്. ഇവരുടെ സം എന്താണ് 81, അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 81 ആണ്. എന്നിട്ട് നമ്മളോട് പറയാണ് ഇവർ കഴിഞ്ഞിട്ട് ഇവരുടെ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണാന്. എക്സിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? എക്സ് പ്ലസ് 1 ആയിരിക്കും. വൈന്റെ തൊട്ടടുത്തുള്ള നമ്പർ എന്താണ്? വൈ പ്ലസ് 1 ആയിരിക്കും. ഇതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇവരുടെ പ്രൊഡക്റ്റ് എന്താണ് നമുക്കറിയില്ലേ? പ്രൊഡക്റ്റ് എക്സ് വൈന്റെ പ്രൊഡക്റ്റ് പ്ലസ് എക്സ് വൈന്റെ സമ്മ് പ്ലസ് 1 ആയിരിക്കും. അതായത് 1400 പ്ലസ് 81 പ്ലസ് 1, അതായത് 1482 ആയിരിക്കും. സിമ്പിൾ അല്ലേ കാര്യം? ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ദ പ്രൊഡക്റ്റ് ഓഫ് 2 natural numbers 70 and their sum is 17. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 70, തുക 17. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ദ നമ്പേഴ്സ്, നമ്മളുടെ നമ്പേഴ്സ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട് ട്ടോ. എന്താണ്? എക്സും വൈയും ആണ് നമ്പർ. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1നെ വികസിപ്പിച്ചെഴുതാനാ പറഞ്ഞിട്ടുള്ളത്. എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1നെ എക്സ്പാൻഡ് ചെയ്യാൻ. അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എന്താടാ? നമ്മൾ പഠിച്ചിട്ടില്ലേ? എക്സിന്റെ മുന്നേ ഉള്ള നമ്പറും വൈന്റെ മുന്നേ ഉള്ള നമ്പറും തമ്മിലുള്ള ഗുണനഫലം എങ്ങനെയാ കാണാ? എക്സ് വൈ മൈനസ് ഇവരുടെ സമ്മ് പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ആയിരിക്കും. ദെൻ അടുത്ത ചോദിക്കുക, കാൽക്കുലേറ്റ് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞത്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യാ? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് 70 ആണെന്നും സമ്മ് 17 ആണെന്നും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 70 മൈനസ് 17 പ്ലസ് 1 ആയിരിക്കും. അതായത് എന്താണ്? 71 മൈനസ് 17. 71 മൈനസ് 17 എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എത്രയായിരിക്കും? 54 ആയിരിക്കും. ഓക്കെ, 54 ആയിരിക്കും നമ്മളുടെ ആൻസർ. സിമ്പിൾ അല്ലേ കാര്യം? ദെൻ അടുത്ത് നോക്കേ. The product of 2 odd numbers is 621 and their sum is 50. What is the product of odd number next to each? രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ആണ്. ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് എന്നാ ചോദിച്ചത്. അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതുവരെ നമ്പേഴ്സ് എന്ന് മാത്രമായിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടടാ? ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ത്? ഒറ്റ സംഖ്യകളാണ് എന്ന്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാ? ഈ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താക്കി എടുക്കടാ? എക്സ് കോമ വൈ ആക്കി എടുക്കുക. ഓക്കെ, ദെൻ നോക്ക്, അവര് തമ്മിലുള്ള പ്രൊഡക്റ്റ് 621 പറഞ്ഞത്. അതായത് എക്സ് വൈ എന്താടാ? 621. ദെൻ സമ്മ് 50 ആണെന്നാ പറഞ്ഞത്. അതായത് എക്സ് പ്ലസ് വൈ എന്താടാ? 50. ദെൻ ഈ ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് പ്രൊഡക്റ്റ് ഏതിന്റെ പ്രൊഡക്റ്റാണ് കണ്ടത്? ഇവർ കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പറിൻ്റെത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മിസ് 2 ഓഡ് നമ്പർ എടുത്തു, 3
7. 2 ഓഡ് നമ്പറാ. ഈ 3 കഴിഞ്ഞിട്ട് അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 5 അല്ലേ? 7 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 9 അല്ലേ? അല്ലേ? ഈ 3നോട് എത്ര കൂട്ടുന്നതാണ് 5? 2 കൂട്ടുന്നതല്ലേ? 5 7നോട് എത്ര കൂട്ടിയാലാ 9? 2 കൂട്ടുന്നതല്ലേ? അതായത് ഒരൊറ്റ സംഖ്യയിൽ നിന്ന് അടുത്ത ഒറ്റ സംഖ്യകളിലേക്ക് പോവാൻ എന്താ ചെയ്യേണ്ടടാ? 2 കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എക്സും വൈയും ആണ് നമ്മളുടെ ഓഡ് നമ്പേഴ്സ്. അപ്പൊ എക്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓഡ് നമ്പർ എന്താടാ? എക്സിനോട് 2 കൂട്ടുന്നതായിരിക്കും, അതായത് എക്സ് പ്ലസ് 2 ആയിരിക്കും. വൈ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓഡ് നമ്പർ ആരാടാ? വൈയിനോട് 2 കൂട്ടുന്നതായിരിക്കും, അതായത് വൈ പ്ലസ് 2 ആയിരിക്കും. ഇവരുടെ രണ്ടാളുടെയും പ്രൊഡക്റ്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാടാ കാണാ? മിസ് എന്ത് ചെയ്യുന്നു? എക്സിനെ വൈ കൊണ്ടും 2 കൊണ്ടും ഗുണിക്കുകയാണ്. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു 2 പ്ലസ് 2x, then 2 into y, that is plus 2y, then plus 2 into 2, that is plus 4, then okay, xy പ്ലസ് ഇവിടെ രണ്ടിടത്തും 2 ഇല്ലേ? 2x പ്ലസ് 2y, രണ്ടിടത്തും എന്തുണ്ടടാ? കോമൺ ആയിട്ട് 2 ഉണ്ട്. അപ്പൊ 2നെ അങ്ങ് പുറത്തെടുക്കുക. ദെൻ എക്സും വൈയും, എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇവിടെ എക്സ് ആണ് ബാക്കിയുള്ളത്, ഇവിടെ വൈ ആണ് ബാക്കിയുള്ളത്. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് 4. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ് വൈ എന്താന്ന് നമുക്ക് തന്നിട്ടില്ലേ? 621 ആണ്. ഇവിടെ ഒക്കെ 2 into x plus y, that is x plus y നമുക്ക് തന്നിട്ടില്ലേ? 50 ആണ്. അപ്പൊ നേരെ അത് അങ്ങ് ഇട്ടുകൊടുത്താ പോരെ. അപ്പൊ നോക്കിയടാ, എക്സ് വൈ 621 പ്ലസ് 2 into x plus y, that is 50 പ്ലസ് 4, അതായത് 621 പ്ലസ് 100 പ്ലസ് 4, അതായത് 631 4 635 ആയിരിക്കും. ഓക്കെ, 631 4 635 ആയിരിക്കും. സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ ഇത് ഈസി അല്ലേ? ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ചാപ്റ്റർ നിന്ന് പഠിക്കേണ്ടത്, അത് മാത്രം പഠിച്ചു കഴിഞ്ഞാലടാ ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ആണ്, ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടേ? ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കണ്ടേ? അപ്പൊ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെടാ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിലായിരിക്കും എപ്പോഴാണ് നമ്മളുടെ ലൈവ് ക്ലാസ്സുകൾ എന്നും ഏതൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. നമ്മളുടെ ഓൺ എക്സാം കളറാക്കണ്ടേ, നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണ്ടേ? അപ്പൊ എന്ത് ഇപ്പൊ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഓക്കെ 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു അല്ലെ? 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ സെറ്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി. അതായത് ഒരു സ്ഥലത്ത് പ്ലസ് ആണ്, ഒരു സ്ഥലത്ത് മൈനസ് ആണ്. ഇതെങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യാ? എക്സ് യു മൈനസ് എക്സ് വി പ്ലസ് വൈ യു മൈനസ് വൈ വി. ഓക്കെ, ഇതും പേടിക്കാനൊന്നുമില്ല. നോക്ക്, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്നാ പറഞ്ഞത്. അതായത് നോക്ക്, എക്സ് ഇൻറ്റു യു, ദാറ്റ് ഈസ് എക്സ് യു, ദെൻ എക്സ് ഇൻറ്റു വി, എക്സ് ഇൻറ്റു മൈനസ് വി, അതായത് മൈനസ് എക്സ് വി. ദെൻ അടുത്ത് നോക്ക്, വൈ ഇൻറ്റു യു, ദാറ്റ് ഈസ് പ്ലസ് വൈ യു, ദെൻ വൈ ഇൻറ്റു മൈനസ് വി, ദാറ്റ് ഈസ് മൈനസ് വൈ വി. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം? അങ്ങനെയാണെങ്കിൽ മിസ് എന്ത് ചെയ്തു? ഈ പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. അതായത് എക്സ് മൈനസ് വൈ യു പ്ലസ് വി. ഓക്കെ, ഈ മൈനസും പ്ലസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാ എന്തായിരിക്കും വരാ? ഇത് മക്കളെല്ലാരും ചെയ്തിട്ട് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സും വൈയും 2 നമ്പേഴ്സ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാ കാണാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതുപോലെ തന്നെ നോക്ക് എക്സും വൈയും 2 നമ്പേഴ്സ് ആണ്. എക്സ് ലാർജ് ആണ് കേട്ടോ. ഇതിൽ എക്സും വൈയും നമ്പേഴ്സിൽ എക്സ് ലാർജ് നമ്പർ ആണ്, വലിയ നമ്പർ ആണ്. ആൻഡ് വൈ എന്താണ്? സ്മോൾ നമ്പർ ആണ് കേട്ടോ. എക്സ് ലാർജ് നമ്പർ ആണ്, വൈ സ്മോൾ നമ്പർ ആണ്. ഓക്കെ, ദെൻ എക്സ് എന്ന് ഒന്ന് കുറച്ച്, ലാർജ് എന്ന് ഒന്ന് കുറച്ച്, സ്മോളിനോട് ഒന്ന് കൂട്ടിയാൽ എന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചാല് നോക്ക്, എക്സ് വൈ മൈനസ് എക്സിന്റെയും വൈന്റെയും ഡിഫറൻസ്. അതായത് നമുക്ക് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം അല്ലെ? എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് എഴുതണമെങ്കിൽ ഡിഫറൻസ് എന്ന് എഴുതാം. പ്ലസ് ഡിഫറൻസ് -1 ആയിരിക്കും ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം.
ഓക്കെ, നേരത്തെ എന്തായിരുന്നു വന്നത്? എക്സ് പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1. എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ആയപ്പോഴോ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ആയിരുന്നു അല്ലെ. ദെൻ നോക്കിയേ, വലുതെന്ന് ഒന്ന് കുറച്ച് ചെറുതിനോട് ഒന്ന് കൂട്ടുകയാണെങ്കിൽ എക്സ് വൈ, ദെൻ എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് -1 ആണ്. വലുതെന്ന് ഒന്ന് കുറയ്ക്കുമ്പം ഇവിടെ പ്ലസ് ആയിരിക്കും. ഇനി വലുതിനോട് ഒന്ന് കൂട്ടിയിട്ട് ചെറുതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇടാ വരിക? എക്സ് വൈ മൈനസ് ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം -1 ആയിരിക്കും. അതായത് ഒന്നുമില്ലടാ, രണ്ട് നമ്പേഴ്സ് 8ഉം 5ഉം നിങ്ങളോട് പറയാണ് 8 ആണ് അല്ലെ, ലാർജ് 8 ആണ്, 5 എന്ന് പറയുന്നത് സ്മോൾ ആണ് അല്ലെ. 8നോട് ഒന്ന് കൂട്ടുന്ന എത്രയാണ്? 9 ആണ്. 5ൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ്? 4 ആണ്. ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 8നോട് ഒന്ന് കൂട്ടി എന്ന് പറയുമ്പം 8 ഇൻറ്റു 5, 8നോട് ഒന്ന് കൂട്ടുക ചെയ്ത് വലുതിനോട് ഒന്ന് കൂട്ടിയാൽ മൈനസ് ഡിഫറൻസ്. മൈനസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 8 മൈനസ് 5 3 ആയിരിക്കും. -3 -1 ആയിരിക്കും. അതായത് 40 മൈനസ് 3 മൈനസ് 1 അതായത് 36 ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് നോക്ക്, 8ൽ നിന്ന് ഒന്ന് കുറച്ചു, അതായത് 7 ഇൻറ്റു 5നോട് ഒന്ന് കൂട്ടി, ദാറ്റ് ഈസ് 6. ഇതെങ്ങനെയായിരിക്കും? 8 ഇൻറ്റു 5, 8ൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്താ അവിടെ വരിക? പ്ലസ് ഡിഫറൻസ് -1. ദാറ്റ് ഈസ് എന്തായിരിക്കും? 8 5 40 പ്ലസ് 3 -1 അതായത് എന്താ വരിക? 42 ആണ് വരിക. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയടാ. ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 7, 13 and their difference is 8. What is the product of large number increased by 1 and small number decreased by 1? വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടിയതും ചെറിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതും തമ്മിലുള്ള ഗുണനഫല ചോദിച്ചത്. അപ്പൊ എക്സും വൈയും ആണ് നമ്മളുടെ നമ്പേഴ്സ് എങ്കിൽ എക്സ് ലാർജ് ആണ്, വലിയ നമ്പർ ആണ്, വൈ സ്മോളും ആണെങ്കിൽ എടാ നമ്മളോട് ആദ്യം ചോദിച്ചത് എന്താണ്? എക്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1, ലാർജ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1ഉം സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1ഉം ആണ്. എന്താടാ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? എക്സ് വൈ. ഇവിടെ പ്ലസ് ആണ്, അപ്പൊ എന്തായിരിക്കും ഇവിടെ? മൈനസ് ഡിഫറൻസ് -1. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് എന്താ ഉള്ളത്? 7, 13 ആണ്. മൈനസ് ഡിഫറൻസ് എത്രയാ ഉള്ളത്? 8 ആണ്. -1 അതായത് എന്തായിരിക്കും വരിക? 704 ആണ് ആൻസർ. ഓക്കെ, 704 ആണ്. ഇനി അടുത്ത പറഞ്ഞ എന്താണ്? ലാർജ് നമ്പർ വലിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതും ചെറിയ സംഖ്യയോട് ഒന്ന് കൂട്ടിയതിന്റെയും പ്രൊഡക്റ്റ് എന്താടാ? എക്സ് വൈ. ഇവിടെ മൈനസ് ആവുമ്പോൾ ഇവിടെ എന്താണ്? പ്ലസ് ഡിഫറൻസ് -1 ആയിരിക്കും. അതായത് 713 പ്ലസ് 8 -1 ആയിരിക്കും. അതായത് എന്താ വരിക? 713 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 721 -1 ദാറ്റ് ഈസ് 720 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം? ഇത്രയേ ഉള്ളടാ. ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നോക്കിയേ, ഇതാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഈ ഒരു ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. നോക്ക്, വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3? 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകളുടെ പൊതുരൂപം എന്താണ്? ഇത് നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്ക്, വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഡിവിഷൻ ബൈ 3? എന്താണ്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരുന്നത്. ഓക്കെ, എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സിന്റെ ജനറൽ ഫോം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ട അറിയോ? 3x + 1 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 3ന്റെ മൾട്ടിപ്പിൾ +1. ഇനി നിങ്ങളോട് പറയാണ് 4 കൊണ്ട് ഹരിച്ചാല് എന്താണ്? നമുക്ക് 3 ശിഷ്ടം വരുന്ന, 4 കൊണ്ട് ഹരിച്ചാൽ 3 മിച്ചം വരുന്ന സംഖ്യയുടെ പൊതുരൂപം. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ ആയിട്ട് വരുന്ന സംഖ്യയുടെ പൊതുരൂപം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4x + 3. എന്ത് ചെയ്യുക? എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ ഡിവൈഡ് ചെയ്തതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ പ്ലസ് റിമൈൻഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ചോദിക്കുകയാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 റിമൈൻഡർ വരുന്ന 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിന്റെ പൊതുരൂപം ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 10x + 9 ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂടാ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. ഇത്ര പഠിച്ചു കഴിഞ്ഞാലടാ ഈ ഒരു ചാപ്റ്ററിന് എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ റെഡി അല്ലേടാ? ഓക്കെ, സെറ്റ് ആയില്ലേ? സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. Okay, then bye-bye.